അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളതുണ്ട് എവിടെയാണെന്നറിയാവോ? മോൺട്രിയലിലാണേ. നയാഗ്രയിൽ നിന്ന് മോൺട്രിയലിലേക്ക് ഞങ്ങളൊരു റോഡ് ട്രിപ്പ് വന്നതാണ്. ഏകദേശം ഒരു 6.5 മണിക്കൂറോളമാണ് നയാഗ്രയിൽ നിന്ന് മോൺട്രിയലിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ 4 o'clock ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം ഹോട്ടലിൻ്റെ. ഞാൻ റോഡ് ട്രിപ്പ് പോണതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എവിടെയൊക്കെയാണ് ഇതുപോലെ സൈറ്റ് സീയിങ് പ്ലേസസ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് കണ്ട ഒരു റെക്കമെൻഡേഷനിൽ വന്നതായിരുന്നു അവിടെയുള്ളൊരു ഡൗൺ ടൗൺ, ഓൾഡ് മോൺട്രിയൽ ഡൗൺ ടൗണിലുള്ളൊരു സെൻറ്റ് ജാക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹോട്ടലിൻ്റെ കുറച്ചൊരു 5-10 മിനിറ്റ്സിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ചെക്കിന് സമയം ഉണ്ടായിരുന്നത് കൊണ്ടിട്ടും ഞങ്ങൾ പിന്നെ അവിടെ കറങ്ങി കേട്ടോ കുറച്ച് നേരം. പിന്നെ അവിടെയുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, ഒരു ജാപ്പനീസോ ചൈനീസോ അങ്ങനെ എന്തോ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ ഞങ്ങൾ കയറിയതാണ്. ചുമ്മാ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ആ സ്ട്രീറ്റിൽ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയതാണ്. അപ്പോൾ കുട്ടികൾക്കും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇഷ്ടംപോലെ ഇങ്ങനെ കീ ചെയിനുകളും നല്ല നല്ല കുറേ എന്താ പറയുക ഗിഫ്റ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനേ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റിലൊക്കെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇറങ്ങുമായിരുന്നു. അവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ആ സ്ട്രീറ്റിൽ ഇന്ത്യൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു അവിടെ ചൈനീസൊക്കെ ആയിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങളൊരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. അവിടെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കുറേ അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങളങ്ങനെ അവിടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ ഷോപ്പിൽ കയറി. അവിടെ ഇങ്ങനെ ടക്കീലയും അതുപോലെ അവരുടെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടക്കീലകളായിരുന്നു തോന്നണം. ഒന്നും ട്രൈ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കട്ട വെയിറ്റിംഗ്. അത് കഴിഞ്ഞ് അവരുടെ ടോട്ടിയ ചിപ്സും പിന്നെ അവരുടെ തന്നെ സൽസയൊക്കെ കൊണ്ടുവന്ന് തന്നു. കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ക്രഞ്ചി ആയിരുന്നു അവരുടെ ആ ചിപ്സ്, അവരുടെ സൽസയും. പിന്നെ സന്തോഷമായിട്ട് ഒരു സ്റ്റേക്ക് ഓർഡർ ചെയ്തു. കുട്ടികൾക്ക് 2 പേർക്കും ടാക്കോസ് മതി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ കസാഡ ഓർഡർ ചെയ്തു. പിന്നെ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കാപ്പിബേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബബിൾ ടീ കഫേ ഉണ്ടായിരുന്നു. ഞാനിതുപോലെ മോൺട്രിയൽ അട്രാക്ഷൻസിനകത്ത് നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ ഈ സെൻറ്റ് കാതറിൻ സ്ട്രീറ്റിൽ ഒരു നല്ലൊരു റെക്കമെൻഡേഷൻ കിട്ടിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാം ഈ സ്ട്രീറ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ട്രീറ്റിൽ തന്നെയാണ് വരുന്നതെല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു മിൽക്ക് ടീ ഓർഡർ ചെയ്തു. എന്താ പറയുക എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങ് ഓർഡർ ചെയ്തു മെനു നോക്കിയിട്ട്. കുടിച്ചു നോക്കിയപ്പോൾ മധുരം ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. എനിക്കത് ഓക്കെ ആയിരുന്നു മധുരം, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫ്ലേവറായിരുന്നു അതിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ എന്താ പറയുക അവിടെയുള്ള സ്ട്രീറ്റിൽ കുറച്ച് നേരവും കൂടെയൊക്കെ നടന്ന് കാറ് പാർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. ഓൾമോസ്റ്റ് ചെക്കിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ഇതേപോലെ റോഡ് സൈഡിൽ ഇതും ഞാൻ ഇതേപോലെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനകത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടതായിരുന്നു. എന്താ അത് പറയണേന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ പ്രൊനൗൺസിയേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം അത് ഫ്രഞ്ചിലായതുകൊണ്ടിട്ടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ആയിപ്പോകും. അതിനേക്കാളും നല്ലത് പറയാതിരിക്കുന്നതാണല്ലോ. അത് വേറൊന്നുമല്ല, ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചെയറൊക്കെ ചെയറല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മോൺട്രിയൽ വിസിറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് പാർക്കിങ്ങിനായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രീ പാർക്കിംഗ് ഒന്നും ഒരു സ്ഥലത്ത് കാണാൻ പോലും കിട്ടില്ല. മിക്കതും സ്ട്രീറ്റ് പാർക്കിങ്ങിൽ പെയ്ഡാണ്. അതും നമ്മൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ടോ ചെയ്യാനും അതുപോലെ ഫൈൻ കിട്ടാനും ഒക്കെ നല്ല ചാൻസ് കൂടുതലാണ്. ഒരു മൊബൈൽ ആപ്പുണ്ട്,
അത് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിൽ അതിൻ്റെ ഓരോ പില്ലറുകൾ വെച്ചിട്ട് അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് അലൗഡ് ആണോ, എത്ര രൂപയാണ്, എത്ര ടൈം തൊട്ടിട്ടാണ് പാർക്കിംഗ് അലൗഡ് എന്നുള്ളതെന്നൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ചെയ്യുവാണെങ്കിൽ സേഫായിട്ട് നമുക്ക് പാർക്കിംഗ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ആപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അടിച്ചു കൊടുത്ത് ഇംഗ്ലീഷിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിനകത്ത്, ആ ആപ്പിനകത്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്പർ, പോസ്റ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പാർക്ക് ചെയ്യാം, എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ, അതും അല്ലെങ്കിൽ എത്രയാണ് റേറ്റ് എന്നൊക്കെ ഉള്ളത് അതിനകത്ത് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പാർക്കിങ്. ഇതുപോലെ സ്ട്രീറ്റ് പാർക്കിംഗ് ആണ്. സ്ട്രീറ്റ് പാർക്കിംഗ്. അങ്ങനെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ ചെക്ക്-ഇനൊക്കെ ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നയാഗ്ര ഫോൾസിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഒത്തിരി സമയം ബാക്കി ഉണ്ടായിരുന്നു കൊണ്ടിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു സ്ട്രീറ്റിലൊക്കെ ഞങ്ങൾ കറങ്ങി നടന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ എത്തി. നല്ല ടയേർഡായിരുന്നു. എന്നാലും ഞങ്ങൾ നോട്ട്ർഡെയിം ചർച്ചിൽ പോകാനായിട്ടുള്ള അവിടെയുള്ള ഓറ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം ബാക്കി വേറെ എങ്ങും പോവാതെ ജസ്റ്റ് അവിടെ റൂമിൽ പോയിട്ട് ഫ്രഷായി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു ദിവസം മുഴുവനും അത് മാത്രം ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പള്ളിയിലും പിന്നെ അവിടെയുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ നോട്ട്ർഡെയിമിലുള്ള ഓറ കാണാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ. 7:30 ആ ലൈറ്റ് ഷോ നടക്കുന്നത്. ഞങ്ങൾ ആ ഒരു സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ്. ബാക്കിയുള്ള മോൺട്രിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ ബൈ.